വെൽക്കം ബാക്ക് ടു ആദീസ് ന്യൂട്രിക്കാവോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, ലസാനിയ. ഈ ഒരു റെസിപ്പിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്നെ കുഴപ്പിച്ച ഒരു സിറ്റുവേഷനാണ്. ഞാനിവിടെ ഖത്തറിൽ വർക്ക് ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ടാണ്. സോ എന്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വൺ ഓഫ് ദ ഷെഫ് എന്നോട് ചോദിച്ചതാണ്, ഈ ലസാനിയയുടെ ഡവിന് എത്ര ദിവസമാണ് ഷെൽഫ് ലൈഫ്. ഞാൻ ഒന്ന് പതറി, കാരണം ലസാനിയ എന്താണ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒട്ടും ആറ്റിറ്റ്യൂഡ് കളയാതെ ഞാൻ തിരിച്ച് എന്റെ ഷെഫിനോട് പറഞ്ഞത്, ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം, എന്തോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് തടിയൂരി. അന്ന് തന്നെ ലസാനിയെ കുറിച്ച് ഒരു വമ്പൻ റിസർച്ച് തന്നെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു ഇറ്റാലിയൻ ഡിഷാണ്, ഒരു ടൈപ്പ് ഓഫ് പാസ്തയാണ് ഈ ലസാനിയ. അതിനുശേഷം ഞാൻ എന്റെ ഷെഫിനെ ലസാനിയ എന്നാണ് വിളിക്കാറുള്ളത്. പൊതുവെ നമ്മൾ മലയാളികൾക്ക് പുറത്തുള്ളവരുടെ ഭക്ഷണം അത്രയ്ക്ക് അങ്ങോട്ട് രുചിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, കാരണം പൊതുവെ ഇവർക്ക് എരിവൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഈ ലസാനിയ ഒരു മസ്റ്റ് ഐറ്റം ആണ്. ഞാനിതിവിടെ കുക്ക് ചെയ്യുന്നത് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്പൈസ് ഒക്കെ ചേർത്തിട്ടാണ്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എല്ലില്ലാത്ത 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുക്കറിലിട്ട് 7 വിസിലടിക്കുക. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ലസാനിയ ഷീറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ബേക്ക് ചെയ്യുന്ന പാത്രം അനുസരിച്ച് നമുക്ക് ഷീറ്റിന്റെ എണ്ണ ഒക്കെ മാറ്റാം. ഞാനിവിടെ ഒരു 6 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ കാണുന്നത് പോലെ ഷീറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലസാനിയ ഷീറ്റും റെഡിയായി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാല കുക്ക് ചെയ്തെടുക്കാം. സോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ വൈറ്റ് ഓണിയൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു സവോള മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി അല്ലിയും 1 പച്ചമുളകും, ഒരു വലിയ ക്യാരറ്റിന്റെ പകുതി ക്യാരറ്റും 1 ക്യാപ്സിക്കവുമാണ് എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞവയെല്ലാം കൂടെ ഈ കാണുന്ന സൈസിൽ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ലസാനിയയുടെ പ്രിപ്പറേഷൻ പകുതി ആയിരിക്കാണ്. ഇനി ഒരു ചീനിച്ചട്ടിയോ പാനോ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ടു പോകാനായിട്ട് പാടില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് വഴലുകയും വേണം. സോ ആ പറഞ്ഞ സ്റ്റേജ് എത്തുമ്പോഴേക്കും 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ടൊമാറ്റോ പേസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണുന്ന കുഞ്ഞു ബോട്ടിലെ ടൊമാറ്റോ പേസ്റ്റ് മൊത്തമായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ലസാനിയയുടെ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബീഫിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതായത് എല്ലില്ലാത്ത ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കാണുന്ന പരുവത്തിലാക്കി എടുക്കാം. മിൻസ്ഡ് ബീഫ് എന്നൊക്കെ പറയുന്ന പരുവം. ഇതെന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം നന്നായി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സോ ഏകദേശം നമ്മുടെ ലസാനിയയുടെ മൊത്തം മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് ആദ്യം ഞാൻ ടൊമാറ്റോ കെച്ചപ്പും അതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസും ഇട്ടിട്ട് നമ്മുടെ ലസാനിയയുടെ ഷീറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ ബീഫ് മസാല ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് പരമീസൻ ചീസും ഇടുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ ലെയേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്. എനിക്ക് ഈ ഒരു ലസാനിയ പ്രിപ്പറേഷൻ്റെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ പറയാൻ പറ്റാത്തത്ര ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പുതിയൊരു റെസിപ്പി പരിചയപ്പെടുന്നു എന്നതിലുപരി ഈ ഒരു ഐറ്റം പരിചയപ്പെടുക എന്നുള്ളത് എനിക്കൊരു പ്രത്യേക ആനന്ദം തരുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ലസാനിയെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് 120 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചുറ്റുമുള്ളവർക്ക് കൊടുത്തിട്ട് അവർ എന്ത് അഭിപ്രായം പറയുന്നു കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പോരാത്തതിന് ലസാനിയയുടെ ഒരു രക്ഷയില്ലാത്ത മണമാണ് ഇവിടെ ചുറ്റുമുള്ളത്. അതേപോലെ തന്നെ അതിന്റെ കൺസിസ്റ്റൻസിയും ആ ഒരു ചീസി കൺസിസ്റ്റൻസിയും സ്പൈസും ഒക്കെ ആയിട്ട് സംഭവം അടിപൊളിയാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് അമ്മയാണ്. അമ്മ എന്താ പറയുന്നത് നോക്കാം. ഞാൻ എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരാളാണ് എൻ്റെ അമ്മ. അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അവിടുന്ന് ജസ്റ്റ് കൊള്ളാം എന്ന് കേൾക്കുന്നത് തന്നെ വലിയ അപ്രിസിയേഷനാണ്. അങ്ങനെ നമ്മുടെ ലസാനിയയുടെ 2ാമത്തെ അപ്രിസിയേഷനും വാങ്ങി ഞാൻ അടുത്തതായി പോകുന്നത് എൻ്റെ അനിയത്തിയുടെ അടുത്തേക്കാണ്. പൊതുവെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ട്രൈ ചെയ്ത് നോക്കാനുള്ള മനസ്സ് പോലും അവൾ കാണിക്കാറില്ല. പക്ഷെ ഈ ഒരു ഐറ്റം അവൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആൻഡ് അങ്ങനെ എൻ്റെ ലസാനിയ വൻ വിജയത്തിൽ കലാശിച്ചിരിക്കുകയാണ്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് ലസാനിയ. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്